തമിഴിലെ പുതിയ താരോദയമാണ് നടൻ പ്രദീപ് രംഗനാഥൻ. ഡ്രാഗൺ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് എഞ്ചിനീയറിംഗ് സമയത്തുള്ള തൻ്റെ പരീക്ഷാ പേപ്പർ പ്രദീപ് രംഗനാഥൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. 50-ൽ 11 മാർക്ക് വാങ്ങിയ ഉത്തരക്കടലാസിൽ ഉത്തരങ്ങൾക്ക് പകരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നതിന് പ്രിയപ്പെട്ട പ്രദീപ് ദയവ് ചെയ്ത് കഥകൾ എഴുതി വയ്ക്കരുത് എന്ന അധ്യാപകൻ്റെ കമൻറ്റും പ്രദീപ് പങ്കുവച്ചിരുന്നു. പരീക്ഷയ്ക്ക് കഥകൾ എഴുതരുതെന്ന് അധ്യാപകൻ പറഞ്ഞെങ്കിലും താൻ അത് പ്രൊഫഷനാക്കി മാറ്റി എന്നാണ് പ്രദീപ് പരീക്ഷാ പേപ്പറിൻ്റെ ചിത്രത്തോടൊപ്പം കുറിച്ചത്. അന്ന് പ്രദീപിൻ്റെ അധ്യാപകനായിരുന്നത് മലയാളിയായ ഡോക്ടർ അരുൺ ലൂയിസാണ്. പ്രദീപിൻ്റെ പരീക്ഷാ പേപ്പറിൽ അങ്ങനെ ഒരു കമൻറ്റ് കുറിച്ചതും ഡോക്ടർ അരുൺ ആയിരുന്നു. ഇപ്പോൾ സ്വന്തം വിദ്യാർത്ഥിയെക്കുറിച്ച് അഭിമാനത്തോടെ മനോരമ ഓൺലൈനോട് സംസാരിക്കുകയാണ് ചെന്നൈയിലെ SSNN എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകൻ ഡോക്ടർ അരുൺ ലൂയിസ്. ചെന്നൈയിലെ SSN എഞ്ചിനീയറിംഗ് കോളേജിലാണ് താൻ ജോലി ചെയ്യുന്നത്. HCL കമ്പ്യൂട്ടർ ശിവനാടാർ ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ കോളേജാണ് ഇത്. 25 വർഷമായി കോളേജ് തുടങ്ങിയിട്ട്. ഞാൻ വയനാട് സ്വദേശിയാണ്. 2012ലാണ് കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് പ്രദീപ് രംഗനാഥൻ അവിടെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ BTech പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2011-15 ബാച്ചിലാണ് പ്രദീപിൻ്റേത്. എൻ്റെ ആദ്യത്തെ ബാച്ചായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ അവർ അവിടെ 2ാമത്തെ സെമസ്റ്റർ ആണ്. ആ ആദ്യത്തെ ബാച്ചിൽ ആദ്യത്തെ നമ്പർ പ്രദീപിൻ്റേതായിരുന്നു. ഞാൻ പഠിപ്പിക്കുന്നത് കെമിസ്ട്രി. കുട്ടികളുമായി നല്ല കമ്പനിയായിരുന്നു. അവരുടെ ലാബ് പഠിപ്പിക്കാൻ ഉണ്ടായിരുന്ന. പിന്നീട് അവരോടൊപ്പം ടൂറിന് പോയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രദീപിനെ നന്നായി അറിയാമായിരുന്നു. പ്രദീപ് R എന്നായിരുന്നു കോളേജിലെ പേര്. അവിടെ പഠിക്കുമ്പോൾ ഏതൊരു വിദ്യാർത്ഥിയും പോലെ ഒരു സാധാരണ കുട്ടിയായിരുന്നു അവൻ. എഴുതാനുള്ള കഴിവുണ്ടെന്ന് ഒന്നും അറിയില്ലായിരുന്നു. പ്രദീപ് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. തീരെ മോശമല്ലാതെ 70-80% മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി. കോളേജിൽ അങ്ങനെ അടിപിടി ഒന്നുമില്ല. എല്ലാ കുട്ടികളും വളരെ നന്നായി പഠിക്കുന്ന നല്ല കുട്ടികളായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ നല്ല മാർക്കുണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടൂ. അതുകൊണ്ട് തന്നെ പ്രദീപ് നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടാണ് അവിടെ വന്നത്. അവിടെ പഠിച്ചു പോയതിനു ശേഷം കുറേ കാലം കഴിഞ്ഞാണ് പ്രദീപ് രംഗനാഥൻ കോമാളി എന്ന സിനിമ സംവിധാനം ചെയ്തു എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ കണ്ടത്. ഈ പ്രദീപ് ആണോ എന്ന് സംശയമുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം മറ്റു സിനിമകളൊക്കെ വന്നു. പിന്നീട് മനസ്സിലായി ഇതാണ് ആ പ്രദീപ് എന്ന്. കണ്ടിട്ട് കുറേ നാളായെങ്കിലും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ കോണ്ടാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു വലിയ സ്റ്റാറൊക്കെ ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ മറുപടി അയക്കും. ഒരു തലക്കനവും ഇല്ലാത്ത ആളാണ് പ്രദീപ്. പ്രദീപ് പഠിച്ചത് IT ആണ്. അതിൽ ഒരു സബ്ജക്റ്റ് കെമിസ്ട്രി പഠിപ്പിച്ച ആളാണ് ഞാൻ. എന്നിട്ടും എന്നെ ഇപ്പോഴും അവൻ ഓർത്തിരിക്കുന്നുണ്ട്. പ്രദീപിനോട് അന്ന് കഥകൾ എഴുതരുത് എന്ന് പരീക്ഷാ പേപ്പറിൽ എഴുതി വെച്ച എനിക്ക് ഇന്ന് അവനോട് പറയുവാനുള്ളത് ഒരുപാട് കഥകൾ എഴുതണം എന്നാണ്. സിനിമ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. സിനിമയെപ്പറ്റി ബുക്ക് എഴുതിയിട്ടുണ്ട്, ബ്ലോഗ് എഴുതാറുണ്ട്. ഇനി അവനെ കാണുമ്പോൾ എൻ്റെ ബുക്ക് കൊടുത്തിട്ട് ഇനിയും കൂടുതൽ കഥകൾ എഴുതൂ എന്ന് എഴുതി കൊടുക്കും. ഡ്രാഗൺ എന്ന സിനിമയുടെ സംവിധായകൻ അശ്വത് മാരിമുത്തുവും ഞങ്ങളുടെ കോളേജിലാണ് പഠിച്ചത്. ആ സിനിമയിലെ മിക്ക സീനുകളോടും ഞങ്ങളുടെ കോളേജിലാണ് ഷൂട്ട് ചെയ്തത്. പ്രദീപ് അവൻ്റെ ഉത്തരക്കടലാസ് പോസ്റ്റ് ചെയ്തതും അതിൽ എൻ്റെ കമൻറ്റും കണ്ടപ്പോൾ സന്തോഷം തോന്നി. ഞാൻ കഥ എഴുതരുത് എന്ന് പറഞ്ഞെങ്കിലും ജീവിതത്തിൽ കഥകൾ എഴുതി വലിയ നിലയിൽ എത്തിയതിൽ സന്തോഷമുണ്ട്. പ്രദീപ് രംഗനാഥൻ്റെ അധ്യാപകൻ ഡോക്ടർ അരുൺ ലൂയിസ് പറയുന്നു.